ന്യൂസിലാൻഡിനെതിരായ മൂന്നാം ടി20യിലും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ താരമായ സഞ്ജു സാംസൺ. ഇത്തവണ ആദ്യ പന്തിൽ തന്നെയാണ് ഗോൾഡൻ ഡക്കായി സഞ്ജു മടങ്ങിയത്. മാറ്റ് ഹെൻറിയുടെ പന്തിൽ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു സഞ്ജു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും താരത്തിന് തിളങ്ങാനായിരുന്നില്ല. എന്നാൽ ശേഷമെത്തിയ ഇഷൻ കിഷൻ തുടരെ സിക്സറുകളുമായി തിളങ്ങിയിരുന്നു. മത്സരത്തിൽ അഭിഷേകും കിഷനും ചേർന്ന് മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് പിന്നീട് സമ്മാനിച്ചത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസാണ് നേടിയിരുന്നത്. ജസ്പ്രീത് ബുംറ 3 വിക്കറ്റ് നേടിയപ്പോൾ പാണ്ഡ്യയും രവി ബിഷ്ണോയും 2 വീതം വിക്കറ്റുകളും നേടിയിരുന്നു. 4 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് ബുംറ 3 വിക്കറ്റുകൾ നേടിയത്. ബിഷ്ണോയ് 18 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റുകൾ നേടിയപ്പോൾ 48 റൺസ് നേടിയ ഗ്ലെൻ ഫിലിപ്സ് ആണ് കിവികളുടെ ടോപ്പ് സ്കോററായി മാറിയത്. ചാപ്മാൻ 32ഉം മിച്ചൽ സാന്റ്നർ 27 റൺസും നേടി. 2 മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇറങ്ങിയത്. അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി എന്നിവർക്ക് വിശ്രമം നൽകി ജസ്പ്രീത് ബുംറ, രവി ബിഷ്ണോയ് എന്നിവർ ടീമിൽ തിരിച്ചെത്തിയിരുന്നു. 5 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ 2 ടി20കളും വിജയിച്ച് ടീം ഇന്ത്യ മുന്നിൽ നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരം കൂടി വിജയിച്ചാൽ ടീം ഇന്ത്യക്ക് പരമ്പര നേടാനായി സാധിക്കും. മറുഭാഗത്ത് തുടർച്ചയായ 3ാം അവസരത്തിലും മലയാളി താരം സഞ്ജു സാംസൺ പരാജയപ്പെട്ടത് തീർച്ചയായിട്ടും ലോകകപ്പിലെ അദ്ദേഹത്തിന്റെ അവസരങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട്. ലോകകപ്പിൽ ഓപ്പണർ സ്ഥാനം സഞ്ജു ഉറപ്പിച്ചിരുന്നുവെങ്കിലും തുടരെ അദ്ദേഹം പരാജയപ്പെട്ടതും ലഭിച്ച അവസരത്തിൽ ഇഷൻ കിഷൻ മികച്ച ബാറ്റിംഗ് പ്രകടനവുമായി രംഗത്തെത്തിയതും സഞ്ജുവിന്റെ ലോകകപ്പിലെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഇനി തിലക് വർമ്മ തിരിച്ചെത്തുമ്പോൾ വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് ബാറ്ററായ അഭിഷേകിനൊപ്പം സഞ്ജുവിനെ മറികടന്ന് ഇഷനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി തന്നെ മാറിയിരിക്കുകയാണ്.